കാരണം എന്താ വെച്ചാല് ഇന്റെ ഭയങ്കര ശിക്ഷണത്തിലാണ് ഇപ്പോൾ വളരുന്നത്. ഞാൻ പറഞ്ഞത് പെണ്ണുരുമ്പെട്ടാൽ അത് കുറെ ആൾക്കാര് പിന്നെ വന്ന് ചോദിക്കുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ടോ, തിരിച്ചു പോകുമോ? ചിലപ്പോൾ ഞങ്ങൾ എല്ലാം കൂടി പോകും, അല്ലെങ്കിൽ ഞാൻ മാത്രം. എനിക്കെന്താ പറയാ, ഇവരില്ലാതെ പറ്റൂല ഗൈസ്. ഇതാ ഇവര് രണ്ടാളില്ലാതെ എനിക്ക് ഇന്നെ കൊണ്ട് ജീവിച്ചാൽ കഴിയൂല. അറിയിക്കോളെ ചോദിച്ചാ എനിക്ക് സങ്കടാവും പറയണം. അപ്പോൾ ചോദിച്ചൂല. ഇനി പാടിക്കൊടുത്താ കുട്ടികൾക്ക് ഞാൻ ഉണ്ടാകുമ്പോഴുള്ള ഒന്നും പാടെ എന്താ പറയാ, കുറച്ചും പാടെ ഹാപ്പി കിട്ടാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ പ്രായത്തിൽ, കാരണം മോളിനെ കൊണ്ട് ഇപ്പൊ ഹാപ്പി ആക്കാൻ കഴിയില്ലല്ലോ. കാരണം എന്താ വെച്ചാല് ഓളെ കൊണ്ട് ഇവിടെ ഹാപ്പി ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. പഠിച്ചാല് എന്ത് പഠിച്ചാല്? അപ്പൊ അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഗൈസ്, ഞാൻ നാട്ടിലെത്തി വീഡിയോ ഇട്ടു. അൽഹംദുലില്ലാ, അത്യാവശ്യം നമ്മളെ സ്ഥിരം പ്രേക്ഷകരെല്ലാവരും അത് കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ അടിയിൽ വന്ന കമന്റുകളാണ് എന്നെ കൂടുതൽ പ്രകോപിതനാക്കുന്നത്. ഐ മീൻ എന്താ വേണ്ടി ഉദ്ദേശിക്കുന്നത്? പ്രലോഭനം. അതായത് പ്രലോഭനം മീൻസ് അതായത് ഇന്നെ പ്രലോഭിപ്പിക്കുക, തിരിച്ചെന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ വീഡിയോന്റെ അടിയിൽ പൊതുവെ നെഗറ്റീവ് കമന്റ്സ് വരാറില്ല. കാരണം വരാനും ഞാൻ ഉണ്ടാക്കലില്ല. കാരണം എന്താ വെച്ചാല് ഇന്റെ ഭയങ്കര ശിക്ഷണത്തിലാണ് ഇപ്പോൾ വളരുന്നത്. ഞാൻ പറഞ്ഞത് പെണ്ണുരുമ്പെട്ടാൽ അതുപോലെ അടങ്ങി ഒതുങ്ങി നിന്ന് കഴിഞ്ഞാല് നമുക്ക് നല്ല കോലത്തിൽ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാതെ അടിമത്തല്ല ഉദ്ദേശിക്കുന്നത്. എനക്കറിയാം നമ്മളെ സൊസൈറ്റി എന്താണെന്ന് വെച്ച് മനസ്സിലാക്കാൻ ജീവിക്കുക. ഗൈസ് ഇവിടെ അങ്ങനെയല്ല ഗൈസ്, ഇവിടെ ഞാനാണ് അടിമ, ഓളാണ് രാജാവ്. നിങ്ങൾക്കും അറിയാലോ. എന്താ ഇന്ന് അതെന്താ നിങ്ങൾ ഒരു ചോക്കി വാങ്ങിയിനി. ഇത് ഇനി എന്താ വെച്ചാല് ഞങ്ങൾ തറവാട്ടിൽ നിന്ന് ഇപ്പൊ വരികയാണ്. അപ്പൊ ഞാൻ ആ പീടിയിൽ ഒരു 5 റുപ്യ കൊടുക്കാണ്ടായിന്. അപ്പൊ 10 റുപ്യ കൊടുത്തപ്പം 2 ചോക്കി 2 റുപ്യന്റെ 1 റുപ്യന്റെ മെലഡി ഓൾ ഒറ്റ ആക്കിക്കണം. അപ്പൊ ഗൈസ്, നമ്മളെ ഇന്നത്തെ വ്ളോഗിൽ എന്താ വെച്ച് കഴിഞ്ഞാല് കുറെ ആൾക്കാര് പിന്നെ വന്ന് ചോദിക്കുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ടോ, തിരിച്ചു പോകുമോ, പിന്നെ എന്താ പറയുക, എന്താ വെച്ചിട്ടുണ്ട്, തിരിച്ചു പോകുമോ എന്താ വെച്ചാ അറിയില്ല. ഗൈസ്, ജീവിതമാണ്. ചിലപ്പോൾ പോകും, ചിലപ്പോൾ ഞങ്ങൾ എല്ലാം കൂടി പോകും, അല്ലെങ്കിൽ ഞാൻ മാത്രം. ഇവിടെ കയറി ഞാൻ മാത്രം പോകും. അപ്പൊ ഞാൻ തന്നെ ടൂറോ അല്ല ഇവിടെ. ഇവക്കൊരു തോന്നലുണ്ട്, കാരണം ഞാൻ പോണത് കൂടെ എന്റെ വരാന്നുള്ളത്. പക്ഷെ ഞാൻ ടൂറ് പോവല്ലോ. അതിൽ ഇന്ന് വന്നൊരു കമന്റ് ആണ് എന്നെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. എന്താണ്? ഇല്ല, പക്ഷെ എനിക്ക് അവിടെ വന്ന സമയത്ത് ഇവരില്ലാതെ എനിക്കെന്താ പറയാ, ഇവരില്ലാതെ പറ്റൂല ഗൈസ്. ഇതാ ഇവര് രണ്ടാളില്ലാതെ എനിക്ക് ഇന്നെ കൊണ്ട് ജീവിച്ചാൽ കഴിയില്ല. അറിയിക്കോളെ, ഇവര് രണ്ടാള് കെട്ടിച്ചാൻ കൊടുക്കാനൊക്കെ പോകും. അപ്പോഴും ചിലപ്പോ ബാക്കത്തോളം ഉണ്ടാവും ഗൈസ്. അതേ വെറുതെ പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ നീച്ചു വാ. ഒരു കാര്യം പറയാണ്ട് ഇപ്പച്ചിക്ക് നീച്ചിങ്ങോട്ട് വാ. ഇജേ, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട് ഇപ്പച്ചിനോട്, നിങ്ങൾ ഇനി ഗൾഫിക്ക് പോകുമോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇനി പോണ്ട ഇച്ചെന്നെ പറയുമ്പോ ചവിട്ടാതെ പറയും, അല്ലെങ്കിൽ അയിമ ചവിട്ടിയാൽ തന്നെ പറയുമ്പോ ചവിട്ടരുത്, ഇതൊക്കെ തീണ സാധനം. അയിമ ചവിട്ടല്ലേ പറഞ്ഞില്ലേ? ഞാൻ പോണോ? എന്നാ ഓരോട് പറഞ്ഞു നിന്റെ ഇപ്പച്ചി പോണ്ട, അങ്ങനെ ചോദിച്ചാലേ പറയും. ചോദിച്ചാൽ എനിക്ക് സങ്കടാവും പറയണം. അപ്പോൾ ചോദിച്ചൂല. ഇപ്പച്ചി എനിക്ക് സങ്കടാവൂലേ? അയക്ക് നോക്കി ഇന്നലെ എന്താ പറയണത്, ഇന്നലെ രാത്രി എന്താ പറഞ്ഞത്, നമ്മൾ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കണം, എന്നാലും ആൾക്കാർക്ക് ഇഷ്ടാവുള്ളൂ. എങ്ങനെ ക്യാമറ നോക്ക്. ഇന്നെ ധനിക്കുട്ടി വർത്താനം പറയും. കുട്ടിയാ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു പാട്ടടി കൊടുത്ത എല്ലാവർക്കും. ദേരിക്കുട്ടിന്റെ കിട്ടിട്ടപ്പോ അടി കിട്ടും. ദേരിക്കുട്ടി അടി വാങ്ങൂട്ടിരുന്നേ. കൊഞ്ചാൻ നിക്കണ്ട. അങ്ങനെ ആക്കണ്ട. ഇനി പാടി കൊടുത്താ അങ്ങനെ കുട്ടികൾ ഇജ്ജ് പാടിക്കാന്ന് ഇങ്ങനെ കളിയാക്കണ്ട. ഇതൊരു പാട്ടടിക്കാന്നോളെ. ആന്നിട്ട് പാടിക്കാ. എന്നാ പാട്. നീ പാടി കൊടുത്താ നീയും ഒന്നാ പിന്നെ
ദേര് പഠിക്ക പാടി ഇത് അയിമ ചവിട്ടി ഞാൻ തെറ്റുവാനോട് മുണ്ടനല്ല എന്നോട് തെറ്റി അയിമ ചവിട്ടിയാൽ അതിൽ വർത്താനം അതിൽ പാടി എന്നാ പാട് ഓളൊരു പൊട്ടത്യാളമാരി അടിച്ച് പാടണ്ട പാടി എന്നാ പാട് ഇവിടെ ആരല്ലത് എന്റെ വാപ്പണ്ട ഇവിടെ ആയത്ത് അതിക്ക് നോക്ക് ഇവിടെ എന്റെ വാപ്പ. അപ്പൊ ഗായ്സ് അപ്പൊ നമ്മള് പറഞ്ഞ വിഷയം തന്നെ പോണില്ല. കാരണം എന്താ വെച്ചാല് ഈ കുട്ടികൾക്ക് ഞാൻ ഉണ്ടാകുമ്പോഴുള്ള ഒന്നും പാടെ എന്താ പറയാ കുറച്ചും പാടെ ഹാപ്പി കിട്ടാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ പ്രായത്തിൽ കാരണം മോളിനെ കൊണ്ട് ഇപ്പൊ ഹാപ്പി ആക്കാൻ കഴിയില്ലല്ലോ. കാരണം എന്താ വെച്ചാല് ഓളെ കൊണ്ട് ഇവിടെ ഹാപ്പി ആക്കാൻ മാത്രമേ കഴിയുള്ളൂ. പിന്നെ ഹാപ്പി ആക്കണമെങ്കിൽ ഞാൻ തന്നെ വരണ്ടേ. ഐ മീൻ ഞാൻ കൊടുക്കലും പുറത്ത് പോകണമെങ്കിലോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ഒരു ഇത് കിട്ടണമെങ്കിലോ ഞാൻ ഇവിടെ വേണം. പിന്നെ മോൾട്ടിക്ക് പുറത്ത് പോകാൻ സ്കൂട്ടി ഓട്ടാൻ അറിയില്ല. ഒന്ന് രണ്ടു ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അല്ലാ ക്ഷമ കെട്ടിട്ട് ഞാനത് പരിപാടി ഒഴിവാക്കി. കാരണം ഒരു ഓന്ത് പഠിപ്പിക്കുന്നത് എങ്ങനെ കാട്ടിയാണ് ഇതിന്റെ ക്ഷമ നശിച്ചു കഴിച്ചു. അപ്പൊ സൈക്കിൾ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഓളെ എന്താ പറയാ പിന്നെ ഞാൻ ആ പരിപാടി ഒഴിവാക്കി. പഠിച്ചണം ഇൻഷാല്ല ഞാൻ എന്നാണെന്ന് എനിക്ക് അറിയില്ല. പോക്ക് നടക്കൂല. ജോൽക്കാണ് സുന്ദരി ഇതാണ് ഇതാണ് സുന്ദരി കോത. ഐ സുന്ദരി പൂവേ സുംബകം നൽകാമോ. നിങ്ങളുടെ ഇവിടെ അടുത്തുള്ള തെറ്റിപ്പോയിക്കോ കാണി ഇവിടെ അപ്പാണ് സുന്ദരിച്ചാണ്. സുന്ദരിയേ വാ വെണ്ണിലവേ വാ എന്താ ഈജ സുന്ദരി വാ. താത്താണ്ട് വരാൻ പറഞ്ഞ തന്നെയാ. താത്ത സുന്ദരി വരാൻ പറയും. വാ താത്ത പറയ്. താത്തോട് വരാൻ പറയ്. വാ അവർക്ക് താത്ത വാ പറയും. വീഡിയോ എടുക്കാൻ വാ പറയും. 4 വയസ്സായി ഈ പൂർണിക്ക്. അല്ല 3 വയസ്സ് കഴിഞ്ഞ് ഇപ്പോഴും വർത്താനം പറയലട്ടോ ഈ പൂർണി. വർത്താനം പറയും. ഇജ് ബാക്ക് നിർത്താൻ മുന്നിക്ക് വാ. സലാം മുന്നിന്ന് പറയും. ഇതാണ് ഗൈസ് ഞങ്ങളെ പ്രശ്നം. ഇതിമ ചവിട്ടന്നെ ചെയ്യണ്ട നിങ്ങൾ കേട്ടോ. ഇത് ചവിട്ടാനല്ല. ഗൈസ് ഞങ്ങളെ ഇരിക്കുന്ന വലിയ ചെയറുണ്ട്. ഹൈഡ്രോളിക് ചെയറിന്റെ മുകളില് ഒരു സാധനം ലോക്കാക്കി. കുഴപ്പമില്ല. അപ്പൊ ഗൈസ് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇനിയൊരു ഗൾഫിലേക്ക് തിരിച്ചു പോക്കില്ല. ഇനി പോകുകയാണെങ്കിൽ തന്നെ ഞാൻ ഒറ്റക്ക് ഇൻഷാല്ല ഇനി പോകണ്ടെന്നില്ല തന്നെ മനസ്സിൽ. ചില ആൾക്കാർ ചോദിച്ചു വിസിറ്റിങ്ങിന് പോയതാണ്. നല്ല ഗൈസ് അവിടെ നിന്ന് മടുത്തിട്ട് ഇപ്പോഴും നല്ല സുഖം. രാവിലെ ഇങ്ങനെ നീച്ചു വന്നാല് മോൾട്ടിനോട് മോൾട്ടി കഴിക്കാൻ എന്തായാലും ഉള്ളത്, രാത്രിക്ക് എന്താ, ഉച്ചക്ക് എന്താ സാധനം വാങ്ങി കൊടുത്താൽ മതി. അവിടെ ആവുമ്പോ ഉണ്ടാവില്ല ഗൈസ്. എനിക്ക് ഉണ്ടാക്കാൻ പൊതുവെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞോ അതൊരു കഥയാണ്. ഇവിടെ ആകുമ്പോൾ അൽഹംദുലില്ലാ പിന്നെ മോൾട്ടിന്റെ ഒക്കെ മിഞ്ഞാത്ത ദോശയും ചട്നി തന്നെ കഴിച്ചപ്പോള് ചട്നി എന്തിനാ പുതിയ കറിന്റെ പറയുന്നത് ചിക്കൻ കറി ദാറ്റ് വാസ് വെരി ടേസ്റ്റി. സോ ഞാൻ അങ്ങനെ കരുതി എന്തിനാണ് ഈ ഫുഡൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് അന്യനാട്ടിൽ പോയിട്ട് ആ പാകിസ്ഥാനികൾ ഉണ്ടാക്കുന്ന റൊട്ടി കഴിക്കണമെന്ന് കരുതി. പക്ഷെ അതൊരു മാതിരി അടിപൊളി ഫുഡാട്ടോ. ഇത് എപ്പം തുടങ്ങിയാണ് ഈ കളി ഒന്ന് നിർത്തുമോ? ക്യാമറ തുടങ്ങിയപ്പോൾ തുടങ്ങിയാണ് ഈ കളി. അപ്പൊ ഗായ്സ് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകാൻ എന്താ വെച്ച് കഴിഞ്ഞാല് ബാക്കില് തല്ലാണ്. അങ്ങോട്ട് വാ. അപ്പൊ തല്ല് ഗൈസ്. ഒരു മിനിറ്റ് എപ്പോ വരാം. അപ്പൊ ഗൈസ് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം വീഡിയോ ഞങ്ങൾക്ക് ഇടക്ക് വെച്ചിട്ട് നിർത്തേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മളെ കയ്യിൽ കാണുന്ന ഈ ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പിന്റെ പേരിൽ ഈ കാന്താരി തമ്മിൽ ഭൂലോക കച്ചറ. സോ ഇവിടെ ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെ ഈ കൊച്ചു വീട്ടില് ഇവര് തമ്മിൽ ഉണ്ടാക്കുന്ന കച്ചറയാണ് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യണത്. എന്റെ തന്നെയാണ്. ഏത് ആ ക്ലിപ്പ് 2 വാങ്ങിക്കണം. ഒന്നായിട്ട് തല്ലില്ലേ? ഒന്ന് ഓടിത്തോടെ എന്താ കുഴപ്പം? ഇത് എനക്കിത് ആരും വാങ്ങിത്തന്നാണ്. ഇത് എനിക്കൊരു ഇത് ഒരാളെ അയച്ചെന്നാണ്. ഇത് ഇപ്പച്ചല്ല, ഒരു ടീം എനിക്ക് അയച്ചെന്നാണ്. അത് എനക്കിത് ഒറ്റക്ക് ഇങ്ങനെ ഒന്ന് നോക്കി കൊടുക്കണേ. എന്ത് കിട്ടിയാലും ഇപ്പൊ എന്റെ മക്കളത് ഷെയർ ചെയ്യണം രണ്ടാളും കേട്ടോ. അല്ലാതെ അത് ഇന്റേതാണ് അത് ഓളതാണ് നടക്കരുത് കേട്ടോ. എന്ത് കിട്ടിയാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. അങ്ങനെ സ്നേഹം ഉണ്ടാകുക മക്കൾക്ക്. ഇത് ഇന്റെ ഓവാണ്ട് നോക്കി കൊടുക്കൂല. ആരെ കയ്യില് എന്നിട്ട് ആര് ചോദിച്ചാ ഇവിടെ എന്നെ മൂക്കോ കേട്ടെ പോയി ഇമ്മച്ചിയോട് തോന്നി തരാൻ പറഞ്ഞ മൂക്കോ തരാൻ പറഞ്ഞ ഇവിടെ ഇവിടെ നോക്ക്. സബ്സ്ക്രൈബറോട് പറയും ഞാൻ നല്ല കുട്ടിയാണ് പറഞ്ഞത്. അതൊക്കെ സങ്കടാവും. പറയ് ഇത് നല്ല കുട്ടികളോട് പറഞ്ഞോളേ. എന്നാ ഞാൻ എടുക്കാവാ.
ഗൈസ് ഇവളെ നല്ല കുട്ടിയാണ്. മറ്റോളെ പൊന്തണമാരി ഇവളെ പൊന്തണില്ല ഗൈസ്. പിന്നെ എന്താ പറയാ, ഇവള് ഭയങ്കര പിത്തന കൊള്ളിയാണ്. ഇവള് ഇന്നൊക്കെ നല്ലോണം കാട്ടലുണ്ട്. ഇല്ല പിന്നെ അവള് ഉമ്മയൊക്കെ തരും. ജയിക്കോ അവിടെ അടുത്ത് കൊണ്ടുവന്ന കയറ്റാന്ന് കേറാൻ എന്താടി അന്ന് ചെറിയിക്കുന്നു അണങ്ങള് ഓളം എടുക്കണ്ടല്ലോ. അപ്പൊ ഇവിടെ കാണിട്ടില്ല. എന്നാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇപ്പാന്റെ കുട്ടി ഇങ്ങോട്ട് വാ. ഇവിടെ വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അപ്പൊ ഗൈസ് ഇനി പോകുണ്ടോ എന്ന് ആരും ചോദിക്കണ്ട. സമയമാകുമ്പോ ഞാൻ പോകേ വേറെ എന്തേലൊക്കെ ആയിക്കോട്ടെ. ജല്ലോട്ടിനെ ചീച്ചു കുട്ടിയാണ് ചേച്ചി. ചില നേരത്തെ എന്റെ സ്വഭാവം കാണുമ്പോ വെച്ചാൽ അന്നെ തന്നെ എടുത്തിന് എറിയാന്ന് തോന്നുന്നു തന്നെ എന്റെ ഇത്. പിന്നെ എന്താ വെച്ചാൽ എന്നെ ഇഷ്ടം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇപ്പച്ചിനോട് പെരുമാറും. എനിക്ക് ഇപ്പച്ചി ഈ സങ്കടമാകുമ്പോ എനിക്ക് സങ്കടമാവും. അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. ഇതൊരു സൂപ്പർ കുട്ടിയാണ് ജി. പഠിച്ചാല് എന്ത് പഠിച്ചാല് എബിസിഡി പഠിച്ചിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ അറിയിച്ചില്ല. പഠിച്ചലുണ്ടോ? ഇജ് എന്തൊക്കെ പൊട്ടത്തരം പറയണത്? ആ എബിസിഡിന്റെ കാര്യം ഇവിടെ ആരും പാടുന്ന ഇജ്ജ് പറയണത് എന്തിനത്? ആര് ഓളഞ്ഞു പോകുവേ? പിന്നെ എനിക്ക് മാത്രം അംഗനവാടി, ഓളൊക്കെ വലിയ കുട്ടിയാകുമ്പോ അംഗനവാടിക്ക് പോലോ. ഞാൻ പല കുട്ടി ഓളും വലിയ കുട്ടിയാകുന്നുണ്ട് ഇപ്പൊ. ഉള്ളിക്ക് എല്ലാരും വരി. അപ്പൊ ഗൈസ് ഞങ്ങളെ കുഞ്ഞു വീഡിയോ എന്നിട്ട് ഇവിടെ നിർത്തിയാലോ എന്ന് ഞങ്ങൾ ആലോചിക്കുകയാണ്. കാരണം രാത്രിയാണ് ഇരിക്കുന്നത്. വീഡിയോ കുറച്ച് ക്ലിയർ അമ്മയുണ്ട്. അപ്പോൾ ചോദിച്ചവരോട് ഇനി ഞാൻ പോകുന്നുണ്ട് വെച്ചാല് ഞാൻ ചിലപ്പോൾ പോകും ചിലപ്പോൾ പോകില്ല, പറയാൻ പറ്റൂല ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അപ്പൊ ബൈ ബൈ.